വൈക്കം ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ കിട്ടിയ സ്കൂളാണ് HSS ആൻഡ് VHSS ബ്രഹ്മമംഗലം. ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ഇതാണ് ജയശ്രീ ടീച്ചർ. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. 8, 9, 10 എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഇപ്പോൾ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ്. ടീച്ചറെ, നമുക്ക് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ഒന്ന് കാണിച്ചാലോ? ആയിക്കോട്ടെ. ഓക്കെ. നമ്മുടെ വൈക്കം സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ വർഷങ്ങളായിട്ട് നമ്മൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിലും 1 അല്ലെങ്കിൽ 2 സ്ഥാനം നമുക്ക് സ്ഥിരമായി കിട്ടുന്നുണ്ട്. NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് അങ്ങനെയുള്ള യൂണിറ്റുകൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഹയർ സെക്കൻഡറിയിലോട്ട് വന്ന NSS യൂണിറ്റും ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്. അപ്പം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അടുത്തായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു മുഖമാണ് സ്കൂളിൻ്റെ മാനേജർ TR സുഗതൻ സാറ്. സാറിനെ പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. സ്കൂളിൻ്റെ ഒരു ചരിത്രം എങ്ങനെ സാർ, എന്താണ് തുടങ്ങിയത്? ഈ സ്കൂൾ തുടങ്ങിയത് 1949 കാലഘട്ടത്തിലാണ്. ഇത്രയും വർഷം പഴക്കമുണ്ട്. ഇത്രയും വർഷം പഴക്കമുണ്ട്. അതിനൊരു പ്രത്യേക കാരണങ്ങളും ഉണ്ട്. അതായത് തികച്ചും ഒരു റിമോട്ട് ഏരിയ ഇത്, 3 വശവും ചുറ്റപ്പെട്ട, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. കാഞ്ഞിരമിറ്റവും വൈക്കവും പ്രദേശങ്ങളിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശവാസികളെല്ലാവരും അതുകൊണ്ട് സുമനസ്സുകളായിട്ടുള്ള ചില ആൾക്കാരുടെ പ്രത്യേക താല്പര്യപ്രകാരം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷനുകൾ എടുത്ത് മറ്റ് എല്ലാ ഭാവം ജനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ ആദ്യത്തെ ഒരു LP തലത്തിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയത് ഈ സ്കൂൾ ഇപ്പോൾ ഇരിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള NSSൻ്റെ ഒരു കെട്ടിടത്തിലായിരുന്നു. അതിനുശേഷമാണ് അതിന് UP തലത്തിലേക്ക് അത് മാറ്റപ്പെട്ട് ഇവിടെ കെട്ടിടം പണിത് പിന്നെ പടിയായി അത് ഉയർന്ന് ഈ ഒരു തലത്തിലെത്തി. HM പറഞ്ഞതുപോലെ ഇന്ന് 5ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വന്നാൽ ഹയർ സെക്കൻഡറി VHSC വൊക്കേഷണൽ സെക്ഷനിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി നമുക്ക് പോകത്തക്ക നിലയിൽ ഈ പ്രദേശത്ത്, ഈ പഞ്ചായത്ത്, ചെമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏക സ്കൂൾ, ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള ഒരു സ്കൂളാണിത്. നാലുകെട്ടും നടുമുറ്റവും പിന്നെ നോക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നമ്മുടെ ഒരു പഴയ സാറ് ചന്ദ്രൻ സാർ ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് നമ്മൾ അസംബ്ലി ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അതിനുശേഷമാണ് അവിടെ വലിയൊരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടായത്. പിന്നെ മാത്രമല്ല, ഇത്രയും ഭംഗിയുള്ളതുകൊണ്ട് മലയാള സിനിമയിലൊക്കെ കിങ്ലെയർ, 1983 ഒരുപാട് സിനിമയിൽ നമ്മുടെ സ്കൂള് വന്നിട്ടുണ്ട്. ഓലഞ്ഞാലിക്കുരുവിയുടെ പാട്ടിലൊക്കെ മൊത്തം ഈ സ്കൂളാണ്. യൂട്യൂബൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അനവധി കായിക പ്രതിഭകളെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു കായിക പ്രതിഭ ആയുഷി റെജി എന്ന് പറയുന്ന ഒരു കുട്ടി. അത് ജൂനിയർ വിഭാഗത്തിലാണ്, വോളിബോൾ. ഇപ്പോൾ സായിൽ തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിൽ സായി സ്കൂളിൽ സ്പോർട്സ് ഈ പറഞ്ഞ വോളിബോൾ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ എടുത്തു പറയത്തക്കത് SA മധു എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനും കൂടിയായിട്ടുള്ള SA മധു ഈ സ്കൂളിൻ്റെ സംഭാവനയാണ്. പിന്നെ നിരവധി കായിക പ്രതിഭകൾ ഇവിടുന്ന് സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും അങ്ങനെ ഉയർന്നു പോയിട്ടുമുണ്ട്. അങ്ങനെ നിരവധി കായിക പ്രതിഭകളെയും കലാകാരന്മാരെയും ഒക്കെ സംഭാവന ചെയ്യുവാനായിട്ട് ഈ ഗ്രാമത്തിലെ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ആനിവേഴ്സറി എന്നുള്ളൊരു പ്രക്രിയ ഒന്ന് നിന്നു പോയിരുന്നതാണ്. അത് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ അത് പുനരാരംഭിക്കുകയും കുട്ടികൾക്ക് ആനിവേഴ്സറി അത് നടത്താനുള്ള പിന്നെ സബ് ജില്ലാ കലോത്സവങ്ങളൊക്കെ ഈ സ്കൂളിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു സ്കൂളുകൾ മാറി നിൽക്കുമ്പോൾ പോലും ഈ സ്കൂളുകൾക്ക് അത് ഭംഗിയായി നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്ക് വളരെ വലിയൊരു ലൈബ്രറി ഉണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ, 10,000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഉണ്ട്. വളരെ വിശാലമായൊരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. നല്ല ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അത് 2 പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഒന്ന് മേളിൽ ചെറിയ അത്യാവശ്യം കളിക്കാനായിട്ടും പിന്നെ ഫുട്ബോൾ പോലുള്ള മറ്റ് കളികൾക്ക് പ്രാക്ടീസ്, അതുപോലെ സ്പോർട്സ് നടത്താനൊക്കെ ആയിട്ട് താഴെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ലൈബ്രറി ആണെങ്കിലും 2 എണ്ണം ഉണ്ട്. ഓപ്പൺ ലൈബ്രറി ആയിട്ട് നമുക്ക് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ട്. ഒരു സ്കൂളായ വേണ്ടത് കുട്ടികൾക്ക് കളിക്കുക, പഠിത്തത്തിന്റെ കൂടെ ഉള്ളതാണ് കളിക്കുക അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള വലിയ സൗകര്യങ്ങളാണ് ഈ സ്കൂളിലുള്ളത്. സ്പോർട്സ്, വർക്ക് എക്സ്പീരിയൻസ്, ആർട്സ്, ഇതിനെല്ലാത്തിനും പ്രഗത്ഭരായ ഓരോ അധ്യാപകരുടെ വീതം കോച്ചിങ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്.
നമ്മളുടെ കുട്ടികൾ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട് പണ്ട്, മറ്റേ ഒരു നെറ്റ് ഉണ്ടാക്കുന്ന ഇതിന് ഞാനും പോയിട്ടുണ്ട്, ജില്ലാതലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അവസരമുണ്ട്, പോകുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും അവസരമുണ്ട്. കുട്ടികൾക്കും അവസരമുണ്ട്. ഏതാണോ അവനവന്റെ ഇഷ്ടപ്പെട്ട മേഖല അതിലേക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഏതാണ്ട് 100-ന് താഴെ ഉള്ള അധ്യാപകർ, ജീവനക്കാർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ ഹൈസ്കൂൾ തലത്തിൽ 45ഓളം വരുന്ന ജീവനക്കാരും, ഹയർ സെക്കൻഡറിയിൽ ഏതാണ്ട് 10 പേര്, VHSൽ ഏതാണ്ട് 10 പേര്, പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവരെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന 70 ആൾക്കാർ, ജീവനക്കാർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. നമുക്ക് കാഞ്ഞിരമറ്റം മുതൽ ഇങ്ങോട്ട് വടയാറ്, പഞ്ഞിപ്പാലം, മുറിഞ്ഞപുഴ ഭാഗത്തുനിന്ന് വരെയുള്ള കുട്ടികൾ ഇവിടെ വൈക്കം, തലയോലപ്പറമ്പ്, കാഞ്ഞിരമറ്റം സർക്കിൾ ഫുള്ള് വരുന്നുണ്ടല്ലേ? മിക്കവാറും ഒരു പരിധി വരെ എല്ലാം കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എത്ര ക്ലാസ് തൊട്ട് എത്ര വരെ ഇവിടെ ഉള്ളത്? നമുക്ക് 5ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി, VHSC, അതായത് +2 വൊക്കേഷണലും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഉള്ള എല്ലാം ഉണ്ട്. കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. 5ാം ക്ലാസ്സിലോട്ട് ഇങ്ങനെ വന്നാൽ മതി. 5 തൊട്ട് +1, +2, VHSS എല്ലാം ഉണ്ട്. പിന്നെ ക്യാൻറ്റീനും ഒക്കെ ഉണ്ടല്ലേ? എല്ലാ സൗകര്യവും ഉണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജ്, സെക്യൂരിറ്റി ഉണ്ട്, ഇത്രയും വലിയ സ്റ്റേജ് ഉണ്ട്, എല്ലാ സൗകര്യവും CCTV ഫുൾ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബ്രഹ്മമംഗലത്ത് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ വരുന്നത്. പഞ്ചായത്തുണ്ട്, കൃഷിഭവൻ, ഹോസ്പിറ്റലുകൾ, ആയുർവേദവും അലോപ്പതി ഹോസ്പിറ്റലുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ബാങ്ക്, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഏരിയയാണിത്. അതുകൂടാതെ നമുക്ക് നമ്മുടെ സ്കൂളിന് ചുറ്റും അതിലുണ്ട്, CCTV സർവൈലൻസ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, വൈകുന്നേരം വരെയുള്ള സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് രാവിലെ വന്നാൽ വൈകുന്നേരം മാത്രം ഇവിടുന്ന് പുറത്തു പോയാൽ മതി. ക്യാൻറ്റീൻ സൗകര്യമുണ്ട്, ബസ് സൗകര്യം എല്ലാം ഉണ്ട്, ബസ്സുണ്ട്, ഉച്ചഭക്ഷണം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ നേരെ ഇങ്ങ് വന്നാൽ മതി. വന്നാൽ എന്താ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി.